ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പനീർപ്പൂവിൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും ഒരു അരങ്ങേറ്റമല്ല, ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിൽ ഇത്രത്തോളം ഒരു കഴിവുണ്ട്, തനിക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദ്രോഹിക്കാനും മാത്രമല്ല ഇങ്ങനൊരു കഴിവുണ്ട് എന്നുകൂടി തെളിയിക്കാൻ പോകുന്ന ദിവസവും കൂടിയാണ്. അത് മാത്രമല്ല ശ്രീകാന്തിൻ്റെ വർഷയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ വേണ്ടിയിട്ടും പോവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ രേവതി ഭയങ്കര സങ്കടത്തിലാണ്. സച്ചി തന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്, അത് ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞതിനല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്ക് പറഞ്ഞതിലാണ് രേവതിക്ക് സങ്കടം. അങ്ങനെ അതിൻ്റെ സങ്കടവും പരിഭവവും ഒക്കെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ശ്രുതിയുടെ ഈ ഒരു ജോലി പോവും എന്നൊരു പേടി ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഒരിക്കലും ജോലി നഷ്ടപ്പെടുത്തരുത്, ഈ ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിലും ശ്രുതിക്ക് ഒരു വില ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇല്ല, എനിക്ക് ഈ ഒരു ജോലി കൊണ്ട് എനിക്ക് ശ്രുതിയെ കാണാനും ഇങ്ങനെ കറങ്ങാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ജോലി എന്തായാലും ഞാൻ കളയത്തില്ല എന്നൊരു വാക്ക് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വരികയും പിന്നെ രാവിലെ തന്നെ ശ്രുതിയുടെ ആ ഒരു പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ ശ്രുതി അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളിയും ചിരിയും ഇങ്ങനെ തമാശയൊക്കെ കേട്ടോണ്ടാണ് രേവതി മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ രേവതി കയറി വന്നപ്പോഴത്തേക്കും ഇതൊരു ചിരിയും കളിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ശ്രുതിയും കൂടി സന്തോഷത്തോടെ ഇരിക്കുകയും പിന്നെ ഓരോ തമാശകളൊക്കെ പറയുവാണ്. അപ്പോൾ അവരുടെ ഈ ഒരു സന്തോഷം കണ്ടപ്പോൾ രേവതി പെട്ടെന്ന് തൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. സച്ചിക്ക് തലയ്ക്ക് അടിപറ്റി സച്ചി വന്ന സമയത്ത് താനത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്തും സച്ചി എന്നെ വഴക്കുറയുകയും കുറ്റപ്പെടുത്തുകയും ആ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ എന്താണെന്ന് പോലും നോക്കാതെ എൻ്റെ തലയിൽ ആ ഒരു കലം വെച്ച് അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വരെ നോക്കിയതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നു. പക്ഷെ ചന്ദ്രമതി വന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചു. എന്നിട്ട് ശ്രുതിയെ വിളിച്ചതിന് ശേഷം എന്താ അവിടെ കളിയും ചിരിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി, ഞാൻ അവിടെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ കതവ് അടച്ചിട്ട് മാത്രമേ ഇരിക്കാവൂ. രേവതി ഇവിടെ പാത്തും പതുങ്ങിയൊക്കെ നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ അവളുടെ ഭർത്താവ് അവളോട് സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അവൾ നോക്കി നിൽക്കുകയും പിന്നെ ഇത് ഒരു കണ്ണുവിടെയൊക്കെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അവളെ സൂക്ഷിച്ചു, അതുകൊണ്ട് കതവ് അടച്ചിട്ട് മാത്രമേ റൂമിനകത്ത് ഇരിക്കാവൂ എന്നൊക്കെ ചന്ദ്രമതി ശ്രുതിക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ചന്ദ്രമതി പറയുന്നതെല്ലാം കേട്ട് രേവതി മാറി നിന്ന് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നി. താൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവിടെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു സങ്കടമാണ് രേവതിയുടെ മനസ്സിൽ. എങ്കിലും ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി പുറത്തോട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും പുറത്തോട്ട് പോയിട്ട് വരാം എന്നൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പോയി. ഇതിൻ്റെ പിന്നാലെ എന്താ അവിടെ നടന്നുകൊണ്ടിരുന്നത്, അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് ചന്ദ്രമതിയും കാണിച്ചു. ചന്ദ്രമതി ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയെ ഒരുപാട് സന്തോഷത്തോടെ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ചെറിയൊരു സംശയം തോന്നി. ചോദിക്കുകയാണ്, ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് അല്ലേ? കുഞ്ഞുനാളിലെ സിംഗപ്പൂരിൽ എന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ എങ്ങനെയാ ഈ നാട്ടിലെ ഫോട്ടോസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ശ്രുതി ചന്ദ്രമതിയിൽ നിന്നും തടിതപ്പണമല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നത് അത് സിംഗപ്പൂരിൽ ഞങ്ങളൊരു ഗ്രാമത്തിലായിരുന്നു, അവിടുത്തെ ഒരു ഗ്രാമത്തിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു പ്രകൃതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് എന്ന് അവിടെ ചന്ദ്രമതിയോട് ശ്രുതി പറയുകയും അത് കേട്ടതും കേൾക്കാത്ത വാദിയും ചന്ദ്രമതി പറയുവാണ്, എനിക്കത് നല്ലപോലെ മനസ്സിലായി, എനിക്കും ഒരു ദിവസം സിംഗപ്പൂരിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയുടെ ആ ഒരു ഡാൻസ് കോസ്റ്റ്യൂംസിലുള്ള ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്കും അറിയാം ഡാൻസ്, ഞാനും പണ്ടും പഠിച്ചിട്ടുണ്ട് എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പഠിച്ചിട്ടുണ്ടോ, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണോ, അങ്ങനെയെങ്കിലും നമുക്ക് ഒരു ഡാൻസ് 2-3 സ്റ്റെപ്സ് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ നിർബന്ധിച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു സമയം അവിടെ ടീപ്പോയും പിന്നെ സോഫയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ശ്രുതി തന്നെ മാറ്റിവെക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ ജോലിക്കാരി രേവതി ഉണ്ടല്ലോ, അവളെ കൊണ്ട് മാറ്റിപ്പിക്കാം എന്നുള്ളൊരു രീതിയിൽ രേവതിയെ വിളിപ്പിച്ചിട്ട് അതെല്ലാം ഒറ്റയ്ക്ക് രേവതിയെ കൊണ്ട് നീക്കി വെപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ദൈവദാക്ഷിണ്യവും ഇല്ലാതെയാണ് ചന്ദ്രമതി രേവതിയോട് പെരുമാറുന്നത്. ഇതൊന്നും കണ്ടിട്ട്
തീർച്ചയായിട്ടും ശ്രുതി അവിടെ തിരിച്ചും എതിർത്ത് പറയാനോ ഒന്നും നോക്കുന്നില്ല. അത്രയാണെങ്കിൽ എനിക്ക് നല്ലതാണ് എന്നുള്ള ഒരു രീതിയിലാണ് ശ്രുതി അവിടെ നിന്നത്. അവസാനം ഡാൻസ് ഒക്കെ കളിച്ചു. ഈ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. രേവതി അതിങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടു. ഇതിന്റെ പിന്നാലെ രവീന്ദ്രനും വരുന്നുണ്ട്. രവീന്ദ്രനും ചന്ദ്രമതിയുടെ ഡാൻസ് കണ്ട് ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ ഇടയിൽ ഒരുപാട് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇടയ്ക്ക് ഡാൻസ് കളിച്ചിട്ട് വീഴാൻ വേണ്ടിയിട്ട് പോയി. കാരണം ഒരുപാട് ദിവസം കളിക്കാതിരുന്നിട്ട് കളിച്ചതല്ലേ. എങ്കിലും വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രവീന്ദ്രന് ഒരുപാട് അത്ഭുതം തോന്നി. അപ്പോൾ രവീന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു ചമ്മൽ വന്നെങ്കിൽ പോലും ഇതിന്റെ പേരിൽ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ആന്റി നല്ലതുപോലെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രന് അത്ഭുതം എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇതുവരെ വാ തുറന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആരും അറിഞ്ഞില്ല എന്നൊക്കെയുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും രേവതിയെ എപ്പോഴും തള്ളിപ്പറയുന്ന സങ്കടമാണ് രേവതിയുടെ മനസ്സിൽ. ഈ ഒരു സംഭവങ്ങളിലൂടെ നടക്കുന്ന സമയത്താണ് വർഷ പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് തൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുത്തു. വണ്ടി നന്നാക്കി ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത് ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ്. ഞാൻ വർഷയെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വരുന്നുണ്ട്. അങ്ങനെ വർഷയെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പോവാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഉള്ളിൽ വർഷയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ വർഷയ്ക്കും ചെറിയൊരു ഇഷ്ടം ശ്രീകാന്തിനോടുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതെന്താ നീ എന്നെ വിളിച്ചത്, നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് ആകെ ഒരു ഫ്രണ്ട് നീ മാത്രമേ ഉള്ളൂ, ഞാൻ നിന്നെ മാത്രമാണ് വിളിക്കുന്നതും സംസാരിക്കുന്നത് എന്ന് വർഷ പറയുന്നത് കേട്ടിട്ട് ശ്രീകാന്തിന് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും തൻ്റെ രവീന്ദ്രന്റെ ആ ഒരു പെൻഷൻ പൈസ പിടിച്ചു വെച്ചിരിക്കുന്നത് വർഷയുടെ അച്ഛനാണെന്നുള്ള സത്യം രണ്ടുപേർക്കും അറിയത്തില്ല. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.